ഫ്രണ്ട്സ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന നമ്മുടെ ഫാം വർക്കറിൻ്റെ ആൻസർ കീ നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാ? ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ അല്ലേ. ധർമ്മേന്ദ്ര പ്രധാനാണ് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. രണ്ടാമത്തെ ചോദ്യം: 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? 1.25 കോടി മലയാളികൾ ആരതാ? ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. മൂന്നാമത്തെ ചോദ്യം: 2024 നിലവിൽ വന്ന ലോക്സഭ എത്രയാ? ഓപ്ഷൻ സി 18ാമതാണ്. നാലാമത്തത്: ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? എവിടെയായിരുന്നു? ഓപ്ഷൻ എ ആണല്ലേ, തിരുവിതാംകൂറിലാണ്. LMS എവിടെയാ? തിരുവിതാംകൂറിലാണ്. അഞ്ചാമത്തെ ചോദ്യം: വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നായിരുന്നു? 1924 നവംബർ 1 ഓപ്ഷൻ ബി 1924 നവംബർ 1. ആറാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. ഇതിൽ ആരെക്കുറിച്ചാ പറയുന്നത്? ആരെക്കുറിച്ചാ? ഓപ്ഷൻ എ ആണല്ലേ, ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമിയെ കുറിച്ചാണ്. ഏഴാമത്തെ ചോദ്യം: തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി, ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാ? ഓപ്ഷൻ ഡി ആണല്ലേ, സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത് ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണപിള്ള എന്നുള്ളത് അതെന്താണ്? തെറ്റായിട്ടുള്ള ജോഡിയാണ്. ഇനി എട്ടാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ ബി ആണല്ലേ, 1ഉം 2ഉമാണ് ഇത്. ഇതിൽ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാ? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, അതുപോലെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി 9ാമത്തെ ചോദ്യം: നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നത് ആരുടെ വാക്കുകളാണ്? ആരുതായിരുന്നു? ഓപ്ഷൻ എ ആണല്ലേ, പ്ലേറ്റോയുടെ വാക്കുകളാണ്. 10ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത എന്തൊക്കെയാ? ഓപ്ഷൻ സി ആണല്ലേ, 1ഉം 2ഉം 4ഉമാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. ഇനി 11ാമത്തെ ചോദ്യം: താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത്? ഏതാ? ഓപ്ഷൻ ബി പാർലമെൻറ്റിനാണ് കേട്ടോ. ഓപ്ഷൻ ബി പാർലമെൻറ്റാണ്. 12ാമത്തെ ചോദ്യം: ദേശീയ സമരകാലത്ത് പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണല്ലേ, മൗലാന അബ്ദുൽ കലാം ആസാദാണ്. 13ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ ഡി ആണല്ലേ, ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്ന ആരാ? ജവഹർലാൽ നെഹ്റു ആണല്ലേ. അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 14ാമത്തെ ചോദ്യം: പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം അതിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണല്ലേ, ഗാന്ധിജി പറഞ്ഞതാണ് ഇത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത്. 15ാമത്തെ ചോദ്യം: ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? ഓപ്ഷൻ എ ആണല്ലേ, ബംഗാളാണ്. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയായിരുന്നു? മഹാരാഷ്ട്രയിലാണല്ലേ. ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. ഇനി 17ാമത്തെ ചോദ്യം: ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിക്കൊണ്ട് രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. 18 നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാ? ഓപ്ഷൻ എ സുമൻ പെറിയാണ്. 19 അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണല്ലേ, ജവഹർലാൽ നെഹ്റു. 20ാമത്തെ ചോദ്യം: ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാ? ഓപ്ഷൻ ബി ആണല്ലേ, 1ഉം 3ഉം 4ഉമാണ്. 21ാമത്തെ ചോദ്യം: ചാന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന ഓപ്ഷൻ ഡി ആണ്, 2023 ഓഗസ്റ്റ് 23. 22ാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ്, 4 മാത്രമാണ്. ഇനി 23ാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആദ്യം വന്നത് ആദ്യം എഴുതുക, അവസാനം വന്നത് അവസാനം എഴുതുക. ഏതാ വരിക? ഓപ്ഷൻ എ തന്നെ കേട്ടോ. 1, 2, 3, 4 എന്നത് ശരിയായിട്ടുള്ളത്. ഇനി 24 താഴെ കൊടുത്തിരിക്കുന്നതിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാ? ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ്. അതായത് ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചതെന്ന് എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. 25 അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം
പുരസ്കാരം ആരാ? വിരാട് കോഹ്ലിയാണ് അല്ലേ. ഓപ്ഷൻ സി വിരാട് കോഹ്ലി. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് SK വസന്തനാണ്. 27ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാ? ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ എ ആണ് കെടാവിളക്ക്. ഇനി 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? ഓപ്ഷൻ സി ആണ് ജലപാത 3 ആണ്. 29 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്നാണ് എന്ന് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ ഡി തന്നെയാണ്. 2023 ഓഗസ്റ്റ് 23 30ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാ? ഓപ്ഷൻ എ പെരിയാറ്. 31 താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാ? ഓപ്ഷൻ സി ആണല്ലേ പത്തനംതിട്ട. 32 താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? അത്ലറ്റുകൾ? KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ് അല്ലെ. 1, 2, 4 ആണ്. ഓപ്ഷൻ സി 1, 2, 4. ഇനി 33ാമത്തെ ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് യോജിക്കാത്ത പ്രസ്താവനകൾ. 1 മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 84 ആണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, കൊച്ചിയല്ല, തെറ്റാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി, തെറ്റാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാ? പ്രധാനമന്ത്രി മത്സ്യ സമ്പത്ത് യോജനയാണ് അല്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ള 1ഉം 4ഉമാണ് ഇത് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ യോജിക്കാത്തത് 2ഉം 3 അല്ലേ. ഓപ്ഷൻ ഡി 2, 3. 34ാമത്തെ ചോദ്യം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ചിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1 ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ, ശരിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി, തെറ്റാണല്ലേ, കുറ്റ്യാടിയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. അതുപോലെ 680 മെഗാവാട്ടിൽ എത്രയായിരുന്നു? 780 മെഗാവാട്ടാണ്. അപ്പോൾ ഇതെന്താണ്? തെറ്റായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ 1ഉം 3ഉമാണല്ലേ ശരി. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 2ഉം 4ഉം അല്ലേ. 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. ഇനി 35ാമത്തെ ചോദ്യം, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ചിട്ട് പ്രസ്താവനകൾ ശരി അല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. ഇതിലേതാ ശരിയല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ എ 1 മാത്രമല്ലേ. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം നിൽക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 36 കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി എന്താണ്? ഇതൊക്കെ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 37 കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെ ശരിയായത്? 1ഉം 2ഉം 4ഉമാണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന. 38 ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഓപ്ഷൻ എ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. 39 കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ തന്നിരിക്കുന്നു. ഇതിൽ നിന്ന് ശരിയല്ലാത്തത് ഏതാ? ഓപ്ഷൻ ബി ആണല്ലേ. ചീയപ്പാറ എവിടെയാ? ഇടുക്കിയിലാണല്ലേ. പത്തനംതിട്ടയല്ല, ഇടുക്കിയിലാണ് ഇത് ചീയപ്പാറ വെള്ളച്ചാട്ടം. 40 ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ? ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 41ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നതിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഓപ്ഷൻ ഡി 3ഉം 4ഉം അല്ലെ. 3ഉം 4ഉമാണ്. പാരദ്വീപ്, ഒഡീഷ, ഹാൽഡിയ, പശ്ചിമ ബംഗാൾ. 42 താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? പത്കായ് ഭൂമുണ്ട്, അതേപോലെ മിസോ കുന്നുകൾ, ഗാരോ കുന്നുകൾ അല്ലേ. 1ഉം 2ഉം 4ഉമാണ്. ഓപ്ഷൻ സി 1, 2, 4. ഇനി 43ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ സി ആണ് 2ഉം 4ഉമാണ് ശരി അല്ലാത്ത പ്രസ്താവനകൾ. ഇനി 44ാമത്തെ ചോദ്യം, 2023 ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ എത്ര മെഡലുകളാണ് നേടിയത്? എത്രയായിരുന്നു? ഓപ്ഷൻ ഡി ആണ് 107 മെഡലുകൾ അല്ലേ. റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ എല്ലാ എക്സാമുകളിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എത്ര മെഡൽ നേടിയെന്നുള്ളത് ഓർത്ത് നോക്കുക. 107 മെഡലുകളാണ് നേടിയത്. 45ാമത്തെ ചോദ്യം, 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് ബീഹാർ. 46 യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം? ഓപ്ഷൻ ബി കോഴിക്കോടാണ് അല്ലേ. സംഗീതമാണെങ്കിൽ ഗ്വാളിയോറാണ്, സാഹിത്യമാണെങ്കിൽ അത് കോഴിക്കോടാണ്. 47 ISRO സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 1969. 48 സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാ? ആദിത്യ L1 ആണ്. 49 ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു ഏതായിരുന്നു ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു?
ഇതിൽ ചെറിയൊരു സംശയമുണ്ട്. കാരണം റോബസ്റ്റയും അതുപോലെ അറബിക്കും എന്തുണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏതാ ആൻസർ എന്നുള്ളത് PSCയുടെ ആൻസർ വന്നാലേ മനസ്സിലാവുള്ളൂ. 50ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള ഏതാ? ഓപ്ഷൻ ബി ആണല്ലേ, നെല്ലാണ്. നെല്ലാണ് ഖാരിഫ് വിള. 51, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടിട്ട് ലയന കരാറ് തയ്യാറാക്കിയത്? ഓപ്ഷൻ സി സർദാർ പട്ടേലും VP മേനോനും അല്ലെ. ഓപ്ഷൻ സി സർദാർ പട്ടേൽ, VP മേനോന്. 52, താഴെ തന്നിരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാ? ഓപ്ഷൻ ഡി ആണല്ലേ. ഇവയെല്ലാം എന്താണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. 53, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാരാ? അരുൺ അലോഷ്യസ് ആണ്. ഓപ്ഷൻ ഡി അരുൺ അലോഷ്യസ് ആണ്. ഇനി 54, ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപിക തലത്തിലെ ജീവികൾ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണല്ലേ, ഉൽപാദകരാണല്ലേ. ഓപ്ഷൻ ഡി ഉൽപാദകര്. 55ാമത്തെ ചോദ്യം, കേരളത്തിലെ വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തൃശ്ശൂരിലെ പീച്ചിയിലാണ്. ഓപ്ഷൻ ബി പീച്ചി. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം? ഓപ്ഷൻ ഡി ആണ് ഐക്കർ അല്ലേ. ഇനി 57, ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്നത്? IR8 അല്ലേ. ഓപ്ഷൻ ബി IR8. 58, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 4ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 59, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? മാലിയസ് ഇംഗസ് സ്റ്റേപ്പിസ് അല്ലേ. സ്റ്റേപ്പിസ് എവിടെയാ? ചെവിയിലാണല്ലേ. ഓപ്ഷൻ സി ചെവിയാണ്. 60, 2023 സെപ്റ്റിയാമസ് അവാർഡിലെ മികച്ച ഏഷ്യൻ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണല്ലേ, ടോവിനോ തോമസ് ആണ്. 51, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാ? ഓപ്ഷൻ സി ആണല്ലേ, 2ഉം 3ഉമാണ് അല്ലേ. 2ഉം 3ഉമാണ്. ഏതൊക്കെ? ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ്. 62, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഓപ്ഷൻ ഡി അല്ലേ, ബേക്കലൈറ്റ് അല്ലേ. ബേക്കലൈറ്റ് ആണ് തെറ്റ്. 63, 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം? ഓപ്ഷൻ സി കോയമ്പത്തൂര്. 64, അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ്? ഓപ്ഷൻ ബി ക്രയോലൈറ്റ്. 65, താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി? ഓപ്ഷൻ ഡി ബലം പാസ്കൽ എന്നുള്ളത് തെറ്റാണ്. 66ാമത്തെ ചോദ്യം, ഓപ്ഷൻ എ ആണല്ലേ, 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 67ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? ഓപ്ഷൻ എ വിമുക്തി എന്നത്. 68, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണോ ഇത്? മെഡിസെപ്പ് അല്ലേ. ഓപ്ഷൻ സി മെഡിസെപ്പ്. 69, ആതിഥേയ ജീവികളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവാണ്? ഓപ്ഷൻ ഡി വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാ? ഓപ്ഷൻ സി ആണല്ലേ, അലോപ്പതിയാണ്. ഓപ്ഷൻ സി അലോപ്പതി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാ? കുഷ്ഠമല്ലേ, കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം. നിപ്പ വൈറസിന് ഏതാ? ഓപ്ഷൻ ബി വവ്വാൽ അല്ലേ. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയായുള്ള വാഹകജീവി ഏതാ? വവ്വാലാണ്. 73, ശൈശവിവാഹം തടയുന്നതിന്റെ ഭാഗമായിട്ട് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ഇത്? ഓപ്ഷൻ സി ആണ് പൊൻവാക്ക്. ഇനി 74ാമത്തെ ചോദ്യം, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാ? ഓപ്ഷൻ ഡി ആണല്ലേ, മോഹൻലാലാണ്. 75, താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത്? ഓപ്ഷൻ ഡി ഹീമോഫീലിയ. 76, താഴെ പറയുന്നതിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനിയാണ്. 77, ശരിയായ ജോഡി ഏതാ? ക്ഷയം, BCG എന്നുള്ളത് മാത്രമേ എന്തുള്ളൂ ശരിയായ പ്രസ്താവനയുള്ളൂ. 78, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമാണ്? ഓപ്ഷൻ ബി ഇരുമ്പ് എന്ന് പറയുന്നത്. 79, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാ? ഓപ്ഷൻ എ അല്ലേ, 1 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയുള്ളത്. 80, അനോഫിലസ് പെൺകൊതുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് ഏത്? ഓപ്ഷൻ സി മലമ്പനി അല്ലേ. ഇനി 81ാമത്തെ ചോദ്യം, സമാന ബന്ധം കണ്ടെത്തിയിട്ട് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 81ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ADKM എന്നുള്ളതാണ്. 82, ഓപ്ഷൻ എ 13. 83, ഓപ്ഷൻ ഡി 125/625. 84, ഓപ്ഷൻ ബി 44. ഇനി 85, ഓപ്ഷൻ സി പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ എന്നുള്ളതാണ്. 86ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 145. 87, ഓപ്ഷൻ എ ആണ്, 56. 88, ഓപ്ഷൻ സി 465, 4:65 എന്നുള്ളതാണ്. 89, ഓപ്ഷൻ സി 5 ആണ് അല്ലെ, ഓപ്ഷൻ സി 5 ആണ്. 90ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി ആണ് 32. 91, ഓപ്ഷൻ ബി 130 ലിറ്റർ. 92ന്റെ ആൻസർ 92, ഓപ്ഷൻ ഡി ആണ്, 25/16.
93 ഓപ്ഷൻ സി 1.2 ആണ്. 94 ഓപ്ഷൻ സി 5.25 കിലോഗ്രാം. 95 ഓപ്ഷൻ ബി 180 ആണ്. 96 ഓപ്ഷൻ സി 0 ആണ്. 97 ഓപ്ഷൻ ബി അല്ലേ 36 കേട്ടോ, ഓപ്ഷൻ ബി 36. 98 ഓപ്ഷൻ എ 3/4 കേട്ടോ. 97 ഓപ്ഷൻ എ 3/4. 99 ഓപ്ഷൻ ഡി 4.8 കിലോമീറ്റർ. 100 ഓപ്ഷൻ എ 6%.